കർക്കിടകമാസം വന്നെത്തിക്കഴിഞ്ഞു. ആരോഗ്യ സംരക്ഷണത്തിനും ഔഷധഭക്ഷണങ്ങൾക്കും നമ്മുടെ പൂർവികർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ കാലമാണല്ലോ ഇത്. പലതരം ഔഷധസസ്യങ്ങളും ഇലക്കറികളും തേടി നമ്മൾ കടകളിലേക്ക് ഓടുകയാണല്ലോ പതിവ്. പക്ഷേ ഈ തിരക്കിനിടയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വയലിന്റെ അരികിലൊക്കെ മുള്ളുകളുമായി നിൽക്കുന്ന ഒരു സാധനം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. മിക്കവരും അതൊരു കളയാണെന്ന് കരുതി വെട്ടിക്കളയുകയാണ് പതിവ്. പക്ഷേ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങൾ തുറന്നു നോക്കിയാൽ സത്യം വേറെയാണ്. ധന്വന്തരി നിഘണ്ടുവും ചരകസംഹിതയും രാജനിഘണ്ടുവുമൊക്കെ ഈ കൊച്ചു ചെടിയെ ഒരു വലിയ ഔഷധമായിട്ടാണ് കണക്കാക്കുന്നത്. അതെ, നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം മുള്ളൻചീരയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ ചെടിക്ക് ഇത്രയധികം പ്രാധാന്യം? ഏതൊക്കെ രോഗാവസ്ഥകളിൽ ആയുർവേദം ഇതിനെ നിർദ്ദേശിക്കുന്നു? ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. ചീര എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുക വെറുമൊരു സാധാരണ ഇലക്കറിയാണ്. പക്ഷേ ആയുർവേദത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ മുള്ളൻ ചീര വെറുമൊരു പച്ചക്കറിയല്ല, അതൊരു അത്ഭുത ഔഷധമാണ്. നമ്മുടെ ആയുർവേദത്തിലെ പ്രമുഖ ഗ്രന്ഥങ്ങൾ മുള്ളൻചീരയ്ക്ക് ചില പ്രത്യേക ഗുണങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. മധുരരസം, മധുരവിഭാഗം, ശീതവീര്യം, ലഘുഗുണം, രൂക്ഷഗുണം, രുച്യം, ദീപനം, അങ്ങനെ നീളുന്നു ആ വിശേഷണങ്ങൾ. കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് തോന്നാം, അല്ലേ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനും നല്ല വിശപ്പുണ്ടാക്കാനും ശരീരത്തിലെ അമിതമായ ചൂടിനെ ശമിപ്പിച്ചു തണുപ്പിക്കാനും കഴിവുള്ള ഒന്നാണ് ഈ ചെടി. ഒപ്പം ശരീരത്തിലെ പിത്തത്തെയും കഫത്തെയും സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു മികച്ച ഔഷധം കൂടിയാണിത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ പൂർവികർ ഈ ചെടിക്ക് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇത്രയധികം പ്രാധാന്യം നൽകിയിരുന്നതും. മുള്ളൻചീര വെറുമൊരു തോരനിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിലത് തെറ്റാണ്. നമ്മുടെ അടുക്കളയിൽ തോരനായി മാത്രം കണ്ടുശീലിച്ച ഈ ചെടി ആയുർവേദത്തിലെ അതിശക്തമായ ഔഷധക്കൂട്ടുകളിൽ ഒരു പ്രധാനിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അശോകഘൃതം, ചന്ദനാദി തൈലം, കന്മദഭസ്മം, അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ഔഷധവീര്യം തോന്നുന്ന ആയുർവേദത്തിലെ പ്രമുഖമായ പല ഔഷധങ്ങളിലും മുള്ളൻചീര ഒരു ഒഴിച്ചുകൂടാനാവാത്ത ചേരുവയാണ്. ഇനി മുള്ളൻചീര ഏതൊക്കെ രോഗാവസ്ഥകളിൽ പണ്ടുമുതൽക്കേ നമ്മൾ ഉപയോഗിച്ചിരുന്നു എന്ന് നോക്കാം. ഒന്നാമതായി, സ്ത്രീകളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഇത് വളരെ പ്രധാനമാണ്. അമിതമായ ആർത്തവരക്തസ്രാവം നിയന്ത്രിക്കാൻ മുള്ളൻചീരയുടെ വേര് തേൻ ചേർത്ത് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അശോകപ്പട്ടയും നെല്ലിക്കയുമൊക്കെ ചേർത്ത് ഇതിനെ ഒരു ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്, രക്തപിത്തം. മൂക്കിൽ നിന്നും മറ്റും രക്തം വരിക, അമിതമായ ചൂട് കാരണം ശരീരം അസ്വസ്ഥമാവുക തുടങ്ങിയ അവസ്ഥകളിൽ മുള്ളൻചീര അത്യന്തം ഗുണകരമാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ രക്തപിത്താപഘാതക എന്നാണ് ഇതിനെ വിളിക്കുന്നത് തന്നെ. മൂന്നാമതായി, വിഷദോഷങ്ങൾ. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ എടുത്തു പറയുന്നൊരു കാര്യമാണിത്. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇനി വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ മുള്ളൻചീര ഒരു അസൽ മരുന്നാണ്. വിശപ്പില്ലായ്മ, അജീർണം, ദഹനക്കുറവ് തുടങ്ങിയ അവസ്ഥകളിൽ ഇത് രുചിയുണ്ടാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അതുപോലെ മലബന്ധം കുറയ്ക്കാനും മൂത്രം സുഗമമായി പോകാനും കുട്ടികളിലെ മലബന്ധം മാറ്റാനും വരെ ഇതിന്റെ വേര് ഉപയോഗിക്കാറുണ്ട്. ചുമ, ബ്രോങ്കൈറ്റിസ് പോലുള്ള കഫദോഷങ്ങൾ, പനി, മഞ്ഞപ്പിത്തം, വയറിളക്കം, വയറുവേദന, ഛർദി, അങ്ങനെ നീളുന്നു മുള്ളൻചീരയുടെ ഔഷധഗുണങ്ങൾ. ചർമ്മരോഗങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഹെർപ്പസ്, എക്സീമ, മുറിവുകൾ, പഴുക്കാത്ത മുഴകൾ എന്നിവയിൽ ഇതിന്റെ ഇല അരച്ചു പുരട്ടുന്നത് നല്ല ആശ്വാസം നൽകും. മാത്രമല്ല, മുലപ്പാൽ വർദ്ധിപ്പിക്കാനും എല്ലൊടിവുകൾക്ക് വിത്തുകൾ അരച്ചുവെക്കാനും രക്തത്തോടുകൂടിയ ചുമയ്ക്ക് പാലിൽ പാകം ചെയ്ത് കഴിക്കാനും വരെ പണ്ടുള്ളവർ ഇതുപയോഗിച്ചിരുന്നു. ഇനി ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മുള്ളൻചീരയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി ഗവേഷണങ്ങൾ നടന്നുവരുന്നുണ്ട്. ലബോറട്ടറി പഠനങ്ങളിൽ ഇതിലടങ്ങിയിരിക്കുന്ന ചില ജൈവസജീവ ഘടകങ്ങൾക്ക് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചില പഠനങ്ങളിൽ ചിലതരം ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഘടകങ്ങളും ഇതിലുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൃഗങ്ങളിൽ നടത്തിയ ചില ഗവേഷണങ്ങളിൽ
രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ സഹായകരമായ ഫലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ, ഈ ചെറിയ വീഡിയോയിൽ പറഞ്ഞത് ഈ സസ്യത്തിന്റെ ഗുണങ്ങളിൽ ചിലത് മാത്രമാണ്. ഓരോ ഔഷധസസ്യത്തിന്റെയും പിന്നിൽ നൂറ്റാണ്ടുകളുടെ അറിവും അനുഭവങ്ങളും ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ഈ സസ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ആയുർവേദ ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ, ആധുനിക ഗവേഷണങ്ങൾ പറയുന്ന കാര്യങ്ങൾ, പരമ്പരാഗത ഔഷധപ്രയോഗങ്ങൾ, വീട്ടിൽ ചെയ്യാവുന്ന ചില ലളിതമായ ഉപയോഗരീതികൾ എന്നിവയെല്ലാം ഞാൻ എൻ്റെ ബ്ലോഗിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. വായിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബ്ലോഗിന്റെ ലിങ്ക് ഞാൻ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷേ ആ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ താഴെ ലിങ്ക് എന്ന് ഒരു കമന്റ് ചെയ്താൽ മതി. കഴിയുന്നത്ര വേഗം ഞാൻ നേരിട്ട് വന്ന് ലിങ്ക് നൽകുന്നതായിരിക്കും.